പ്രിയജനമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയോടെ വാഴ്ത്തുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിൽ സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഭാഗ്യമാണ്. കഴിഞ്ഞ വീഡിയോ എൻ്റെ പേരും വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ജീസസ് ഈസ് എന്ന പുതിയ ചാനൽ കഴിഞ്ഞ എപ്പിസോഡ് രണ്ടാമത്തെ എപ്പിസോഡാണ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയോടെ വാഴ്ത്തുന്നു. എൻ്റെ പേര് ഭാഗ്യമാണ്. തിരുവനന്തപുരം കരമന പ്രദേശത്താണ് താമസിക്കുന്നത്. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്. 2015 മുതൽ ഇന്ന് വരെയും ഞാൻ യേശുക്രിസ്തുവിൽ തന്നെയാണ്. ഇന്നും യേശുക്രിസ്തുവിൽ തന്നെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിന്ദു ആചാരപ്രകാരം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ക്ഷേത്രങ്ങളും ആചാരങ്ങളുമുള്ള ഹിന്ദു കുടുംബം ക്ഷേത്രങ്ങളും കാര്യങ്ങളുമുണ്ട്. 2015 മുതൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞു. എന്ന് പറയുന്നത് മതമല്ല, ദൈവം ഇവിടെ മതമുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റാൻ വേണ്ടിയാണ് ദൈവം വന്നത്. പിന്നെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനികളും ഓരോരുത്തർ അവരവരുടെ വിശ്വാസ ദൈവമെല്ലാം ഒന്നു തന്നെയാണ്. അവരുടെ ഇതിൽ ക്രിസ്ത്യാനികൾ കർത്താവെന്നും മുസ്ലിംസിൽ അള്ളാഹുവെന്നും ഹിന്ദുക്കൾ ബ്രഹ്മാവെന്നും പറയും. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നാൽ അതല്ലല്ലോ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരെല്ലാവരും പാവങ്ങളാണ്. അത് ഹിന്ദുവായിരുന്നാലും മുസ്ലിംസ് ആയിരുന്നാലും ക്രിസ്ത്യാനികളാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരെല്ലാവരും പാവങ്ങളാണ്. യേശുക്രിസ്തുവിനെ സഭയിൽ പോയിക്കൊണ്ടിരുന്നാലും അവർ യേശുക്രിസ്തു സ്വീകരിച്ചെന്ന് പറയാൻ പറ്റും. എത്രയോ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നും കർത്താവിനാണെന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കകത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്ര പേർക്കാണ് യേശുവിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൽ പോകുന്നത് അറിയില്ല. അവർ യേശുക്രിസ്തുവിൽ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കകത്ത് പോകുന്നു. അതാണ് വിശ്വാസം. അതല്ല, കർത്താവുമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം. ആ ബന്ധം എന്താണ്? ഒരു ഐക്യം, റിലേഷൻഷിപ്പ് ബന്ധം, അപ്പൻ മകനെന്ന ബന്ധം. ഈ ബന്ധത്തിലിരുന്ന് വേണം സഭയ്ക്ക് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ബന്ധം വേണം. ഈ ഒരു ബന്ധമില്ലാതെ, ദൈവത്തിൻ്റെ ബന്ധമില്ലാതെ ഇന്ന് ഒറ്റൂടെ ആളുകൾ സഭയ്ക്കകത്ത് പോകുന്നുണ്ട്. ഞാനും പോകുന്നു, സഭയ്ക്കകത്ത് പോകുന്നു. ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. എന്താണ് യേശുവിനെ സ്വീകരിച്ച് പറഞ്ഞത്? എല്ലാവരുടെ ആദ്യകാലങ്ങളിൽ അത് ജനമേ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് സഭയ്ക്കകത്ത് എല്ലാവരും പോയി വരുന്നുണ്ട്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും പോയി വരുന്നുണ്ട്. സത്യത്തിൽ എന്താണ്? പാസ്റ്റർമാരെ പോലെ വരുവിൻ, നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകും. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മതി. നിങ്ങളുടെ കടപ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ ഭാരങ്ങൾ മാറും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും, നിങ്ങളുടെ മകളുടെ കല്യാണം നടന്നില്ലയോ അത് മാറി, എല്ലാവരും യേശുക്രിസ്തു വരും എന്ന് പറഞ്ഞ് തന്നെയാണ്. അത് തന്നെയാണ് ആയിക്കോട്ടെ. പക്ഷേ അത് അങ്ങനെ ആയിക്കൊണ്ട് വന്നത് തന്നെയാണ്. ഓരോരുത്തർ വന്ന് വിശ്വാസത്തിന് ആദ്യകാലത്തൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അത് അങ്ങനെ വന്ന് പിന്നെ എന്താണ്? പിന്നെ അത് തന്നെയാണ്. അതിൽ ഒരു ചേഞ്ചുമില്ലാതെ ജീവിതകാലം അത്രയും അതിൽ തന്നെയാണ് പാസ്റ്ററിനെ ആ സഭയ്ക്ക് വന്ന് ഇവർ വളരുവാൻ വേണ്ട ഒരു വചനവും അവർക്ക് പറഞ്ഞു കൊടുക്കാതെ ഇവർ ഓരോ വിഷയത്തിന് വേണ്ടി തന്നെയാണ് ഈ ആരാധനയ്ക്കും പള്ളിയിലും എന്ന് പറഞ്ഞ് യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ വരുന്ന എന്തിനു? അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ട വേണ്ടി മാത്രമാണ് ഈ സഭയ്ക്കകത്ത് വരുന്നത്. എന്നാൽ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ട ഒരു മാറ്റവുമില്ല. പരിഹാരം കാണാം, യേശുവിനെ കൊണ്ട് മാത്രമേ പരിഹാരം കാണാൻ പറ്റുള്ളൂ. പക്ഷേ അവരെന്ത് ചെയ്യണം? ആദ്യം അതിനാണ് ഫൗണ്ടേഷൻ. ആ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിനെ കൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം മാറും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നൊരു പറഞ്ഞു. ഒരു വചനത്തിനില്ല, വചന ഉപദേശങ്ങളില്ല. ഇവരിന്ന് പറഞ്ഞ ഒറ്റ വചനം, നിങ്ങൾ വരും യേശുവിനെ കൊണ്ട് സാധിക്കും, അത്ഭുതങ്ങൾ അതിശയങ്ങൾ ചെയ്യും, യേശുക്കളെ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യും, നല്ല ഉപവസിക്കുക, നല്ല പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഇവരുടെ പേര്. ഇവർ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും ഇവരുടെ വിഷയങ്ങൾക്ക് ഒരു മാറ്റം. കാരണം എന്താണ്? ഉപവാസം എന്തിനാണ്? വിഷയങ്ങൾക്ക് മാറ്റം വരാൻ വേണ്ടി. ഉപവാസം ദൈവത്തിനോട് അടുക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥന. എന്തൊരു പ്രാർത്ഥന? ആര് പ്രാർത്ഥിച്ചാണ് കേൾക്കേണ്ടത്? ദൈവമായിട്ട് ബന്ധത്തിലിരിക്കുന്നു. ചിലപ്പോൾ ആദ്യം ദൈവത്തിന് അടുത്ത് വരും, ആദ്യം ഒരു വിഷയത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ദൈവം ചിലപ്പോൾ കേൾക്കും. വീണ്ടും വരുമ്പോൾ ദൈവത്തിനകത്ത് ചെയ്യാൻ പറ്റും. കാരണം ദൈവത്തിനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുമല്ലോ. ഏശയ്യ 59:1-2 പോലെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് അടുത്തിടാൻ പറ്റും. കാരണം എന്താണ്? എൻ്റെ കാത് മന്ദിഭവിച്ചിട്ടില്ല, എൻ്റെ കയ്യെ പുരടിയിട്ടില്ല. കാരണം എന്താ? നിങ്ങളുടെ അകൃത്യം, നിങ്ങളുടെ കാരണം എനിക്ക് വരാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിനൊക്കെ എനിക്ക് വരാൻ പറ്റുന്നില്ല. നിങ്ങളോ നിങ്ങളുടെ ഇഷ്ടമത്ത് പോക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനമോ നിങ്ങളുടെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനവിടെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം. അതിനെന്ത് ചെയ്യണം? ഈ പാസ്റ്റർമാർ പറയും അല്ല പ്രാർത്ഥന ഇല്ല. പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്?
മക്കളുടെ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെ മക്കളാണ്. ഈ ദൈവം ഈ ഭൂമിയിൽ വന്നതിന് എന്തിനാണ്? മനുഷ്യൻ ആദാമിൽ നിന്നും വിട്ടുപോയി. ആദാം ദൈവത്തിൽ നിന്ന് വിട്ടുപോയി, ബന്ധത്തിൽ നിന്ന് വിട്ടുപോയി. ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ, തൻ്റെ ഏകദാന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാൻ 3:14 പറഞ്ഞ ഏകദാന പുത്രനെ നമുക്ക് വേണ്ടി ആ പുത്രനെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി. എത്ര വലിയ കൃപയാണ് ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, എത്ര വലിയതാണ്. അതിനൊന്ന് സ്വീകരിക്കുക, അത് പറഞ്ഞു കൊടുക്കുക. അത് എന്താണ് നാം ചെയ്യേണ്ടത്? ചുമ്മാ വന്ന് ആഴ്ചതോറും വരുവിൻ നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്ററിനെ അടിമയാക്കി വെച്ചുകൊണ്ട് വരും. ഉടനെ 3 മണിക്ക് പ്രാർത്ഥന വരും, രാവിലെ വരും, ആരാധന, പാട്ട് എല്ലാം കഴിഞ്ഞുകൊണ്ട് 1 മണിക്ക് വീണ്ടും പാട്ട് കഴിഞ്ഞ ഉടനെ വീണ്ടും പാസ്റ്റർ എന്നെ പ്രാർത്ഥിക്കും എന്ന് പറയും. ഇത് തന്നെയാണ് 1 വർഷമായാലും 2 വർഷമായാലും 3 വർഷമായാലും 4 വർഷം 5 വർഷം, അതിനൊരു മാറ്റവും. എന്താണ് ചെയ്യേണ്ടത്? എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ സകലാത്മാങ്ങൾ പറന്നു കൊടുത്തിരിക്കുകയാണ് എല്ലാവരിലും. ആകാശത്തിന് മനുഷ്യരുടെ ദൈവത്തിന് മധ്യേ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഒരു പാസ്റ്ററിൻ്റെ ദേഹത്തെ മാത്രമാണ് സകലാത്മാക്കൾ. നമ്മളെല്ലാം അപ്പോസ്തലന്മാരാണ്. യേശുക്രിസ്തു എല്ലാവരുടെ ദേഹത്തും. നമ്മുടെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും. അപ്പം ഇന്ന് എല്ലാ പാസ്റ്റേഴ്സുമാരും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ടവരുടെ ബിസിനസ് കച്ചവടമാക്കിക്കൊണ്ട് അവരെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ്, അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി, അവരുടെ കീശ നിറയ്ക്കാൻ, ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കാൻ വേണ്ടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിശ്വാസികളെല്ലാം താഴേട്ട് പോയിക്കൊണ്ട്. കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ ദൈവമില്ലാത്ത കാരണം എന്താണ്? ഈ പാസ്റ്റർമാർ ആ വചനത്തിൽ അവരെ നിലനിർത്താത്തോളം കാലം ഈ വിശ്വാസികൾ ഇന്നും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാസ്റ്റേഴ്സും സഭകൾ മാത്രം കാണും. കാരണം മോശകാലത്ത് അക്കാലത്ത് പറവണിൽ വിടുവിച്ചുകൊണ്ട് 20 ലക്ഷം ആൾക്കാരാണ് മോശ വിടുവിച്ചു കൊണ്ടുവന്നത്. കാനാൻ ദേശത്ത് പാലും തേനും ഓടുന്ന ദേശത്ത് കൊണ്ടുവരാം ദൈവം പറഞ്ഞനുസരിച്ച് മോശ കൊണ്ടുവന്നു. അവരെന്താണ് 20 ലക്ഷം ജനങ്ങളാണ് മോശ വിടുവിച്ച് കൊണ്ടുവരുന്നത്. 1-2 വർഷമാണ്. 40 വർഷക്കാലം ദൈവം അവരെ പോറ്റിയില്ലേ. ഇന്ന് ഒരു കുടുംബത്തിനകത്ത് 1 ദിവസം 2 ദിവസം ഒരാഴ്ച 10 ദിവസം 1 മാസം ആഹാരം കുഴിച്ചെങ്കിൽ അവർ പുറത്ത് തള്ളുകയാണ് ചെയ്യുന്നത്. ഒരു കുറ്റവും കാര്യങ്ങളും പറഞ്ഞ് ഇനി പറ്റുന്നില്ല അടിച്ച് പുറത്താക്കുകയാണ് ചെയ്യും. എൻ്റെ ദൈവമോ 40 വർഷക്കാലമാണ് ഈ ഇത്തരം ജനത്തിനെ പോറ്റി എന്തെല്ലാം ആഹാരം കൊടുത്ത്, ആകാശത്തിൽ നിന്ന് മന്നയും മേഘസ്തംഭം അഗ്നിസ്തംഭം കാടക്കോഴി വെള്ളവും അത് കൊടുത്ത് എത്ര 40 വർഷക്കാലം പോറ്റി. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? അവരെ ഉള്ളത്തിലോ ദൈവമില്ല. കാരണം എന്താണ്? ഇല്ല. 2 പേരുടെ മാത്രമേ ഉള്ളൂ. ഒന്ന് 2 പേരുടെ കാലേബ്, യോശുവ. 2 പേരുടെ ഹൃദയത്തിലല്ല, വേറെ ആരുടെ ഹൃദയങ്ങളിലും എൻ്റെ ദൈവമില്ല. എന്താണ്? എൻ്റെ ദൈവം പരിശുദ്ധമായ ദൈവം. ആരുടെ ഉള്ളത്തിലേക്ക് അങ്ങ് കയറി ചെല്ലത്തില്ല. നാം തന്നെ വിളിക്കാതെ വെളിപ്പാട് 3:20 പറയുന്നത് പോലെ ദൈവം ഹൃദയത്തിൻ്റെ വാതിൽ വന്ന് തട്ടുകയാണ് ചെയ്യുന്നത്. മകനെ സ്വീകരിക്കുവിൻ. ദൈവം പരിശുദ്ധമായ ദൈവമാണ്. ലേഖ്യാപുസ്തകത്തിൽ 20:26 പറയുന്നത്, ഞാൻ പരിശുദ്ധവനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധവനായിരിക്കുവിൻ. പരിശുദ്ധവനായ ദൈവമല്ല. ദൈവം ജെന്റിൽമാനാണ്. ദൈവം ആരുടെ ഹൃദയത്തിൽ അങ്ങ് ചാടിക്കയറാൻ പോയില്ല. എൻ്റെ പ്രിയരെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ ഒന്ന് പൂർണ്ണ ഹൃദയത്തിൽ സ്വീകരിക്കാൻ. അതിന് എന്താണ് ആ വചനം പറഞ്ഞാൽ? അതിന് ഹൃദയത്തിൽ സ്വീകരിച്ചു കൊള്ളാതെ നിങ്ങൾ എന്തും സഭയിൽ പോയി ആരാധിച്ചാലും പാട്ട് പാടിയാലും അതിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കർത്താവേ, എൻ്റെ പ്രിയജനമേ, നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുവിൻ. ഹൃദയത്തിനകത്ത് യേശുവിനെ ഒന്ന് സ്വീകരിക്കുവിൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ഇന്നലെ പറഞ്ഞ ആൾ വീണ്ടും കഴിഞ്ഞ എപ്പിസോഡ് പറയാതിരിക്കാൻ പറ്റുന്നില്ല പ്രിയരെ. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. എന്താണ് മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഹൃദയത്തിൽ ഏറ്റുകൊള്ളുമ്പോഴാണ്, അത് പറയുമ്പോഴില്ല. ഹൃദയത്തിനകത്ത് ഏറ്റുകൊള്ളും മക്കളാണ്. അതിന് യോഹന്നാൻ റോമർ 8:15 അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ. വേറെ ഒന്നുമില്ല, പുത്രത്തിൻ്റെ ആത്മാവ്. അതിൽ തന്നെ റോമർ 8:17 നമ്മൾ സ്വതന്ത്രമാണ്. നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത മക്കളാണ്. റോമർ 8:17 പറയുന്നുണ്ട് നമ്മൾ മക്കളായി. പിന്നെ സ്വതന്ത്രം. നിങ്ങൾ അടിമയല്ല. ഗലാത്യ 4:5-6-7 ഇത് പറയുന്നത്. നിങ്ങൾ അടിമയത്തിൻ്റെ ആത്മാവിനല്ല സ്വീകരിച്ചിരിക്കുന്നത്, പുത്രത്തിൻ്റെ ആത്മാവിനാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ ജനമേ, നിങ്ങൾ കൈവിട്ടു പോകരുത്. ഈ പാസ്റ്റേഴ്സ്മാർ 90%, 92% ആൾക്കാരും ജനങ്ങളെ ഇന്നും വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ ഇന്നും ദൈവം വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കും. എൻ്റെ പ്രിയജനമേ, കൈവിട്ടു പോകരുത്. നിങ്ങൾ ആരാധന വേണ്ടാന്നല്ല. റോമർ 8:12 പറയുന്നത് പോലെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ചെയ്യുവിൻ. ബുദ്ധിയുള്ള ആരാധന, ജീവനുള്ള ബലി അർപ്പിക്കുവിൻ. നിങ്ങൾ എന്നാ പറയുമ്പോൾ ശരിയാണ്. ജീവനുള്ള ബുദ്ധിയുള്ള ആരാധന എന്താണ്? നിങ്ങളെ
നല്ല സ്വഭാവം, നല്ല നടപ്പ്, നല്ല കാഴ്ച, നല്ല ചിന്ത, നല്ല സ്വഭാവം, നല്ല പ്രവൃത്തി, ഇതെല്ലാമാണല്ലോ എൻ്റെ ദൈവത്തിന് നല്ല സ്വഭാവം. ഈ രീതി ഇരുന്നു കൊണ്ട് നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കുക. അല്ല സഭയിൽ വന്ന് ആരാധിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾക്കൊരു മാറ്റം വരും. ഇതെല്ലാം വേണ്ടെന്നല്ല, അത് രണ്ടാമത്തെ കാര്യങ്ങളാണ്. ദൈവത്തിനെ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇത് ചെയ്താൽ ദൈവത്തിൻ്റെ അത് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയജനമേ വചനത്തിൽ നിലനിൽക്കുക. വചനത്തിൽ നിൽക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടൊഴിഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് വരുവിൻ. നിങ്ങൾ 1 കൊരിന്ത്യർ 3:16 പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് ആലയം, നമ്മൾ തന്നെയാണ് ആലയം. അതേ 1 കൊരിന്ത്യർ 5:19 അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ തന്നെയാണ് ആലയം, അല്ല സഭയ്ക്കകത്തല്ല. സഭ എന്ന് എന്താണ്? സഭ എന്തെന്നാണ്? നമ്മൾ കൂട്ടത്തോടെ വന്ന് ഐക്യത്തോടെ വന്ന് ദൈവത്തിനെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും വേണ്ടി. അതെന്താണ്? രക്ഷിക്കപ്പെട്ട് ഇരുന്ന അവർക്ക് വേണ്ടിയാണ്, രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടിയല്ല. രക്ഷിക്കപ്പെട്ട് വന്നിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. എത്ര പേരാണ് രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത്? അപ്പോസ്തല പ്രവൃത്തി 2:47-48 പറയുന്നുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് സഭ. രക്ഷിക്കപ്പെട്ട നാമല്ലേ സഭ. നമ്മൾ കൂടി വരുന്ന 1 2 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവിടെയാണ് നമ്മൾ. എവിടെ കൂടിയാലും. അപ്പോൾ സഭ നമ്മളൊരു കെട്ടിടമാണ്. കെട്ടിടത്തിനകത്ത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പാസ്റ്റേഴ്സ് നമുക്ക് പറഞ്ഞു ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനും ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ നല്ല വഴിയിലേക്ക് വഴി തരുവാനും നമുക്ക് ദൈവവിശ്വാസികൾ സഹോദരമായിട്ട് കൂടിച്ചേരാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്താനും പല ഉപകാരം അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ചെയ്യുവാനും പങ്കുവയ്ക്കാനും ചെയ്യേണ്ടതുമാണ് സഭയ്ക്കകത്ത് നമ്മൾ വരുന്നത്. ഇന്ന് എല്ലാവരും പറയുന്നത് കോവിലിനകത്ത് വരുന്നത്, സഭയിൽ പോകുന്നു. അവദ്ദേശം അതിനകത്താണ് ദൈവം ഇരിക്കുകയാണ്. നമ്മളല്ലേ സഭ. എല്ലാവരുടെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ സഭ. ക്രിസ്തു തലയായിട്ടിരിക്കുകയാണല്ലോ. നമ്മളെന്താണ്? കോവിലായിട്ട് വേണം. നമ്മളാണ് കോവിൽ. ഇവിടെ കോവിലായിട്ട് വേണം നമ്മൾ സഭയായിട്ട് ഇരുന്നു കൊണ്ട് ദൈവത്തിനെ ആരാധിക്കണം. അവരെന്ത് വിചാരിക്കണം? സഭയ്ക്കകത്താണ്, കെട്ടിടം നമുക്ക് ആരാധിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ്. ഇന്ന് ഒറ്റോട് വിഷയം ആ ഒരു വെളിപ്പാടില്ല. പഴയ കാലത്ത് നമ്മൾ ഒന്നിന് ദൈവം വസിക്കുന്നില്ല എന്ന് പഴയ ഏശയ്യ 63 പറയുന്നുണ്ട്. 60 വാനം എനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാതപീഠവും, ഇതിലൊന്നിന് ഞാൻ വസിക്കുന്നില്ല എന്ന് പറയുന്നു. അതേ തന്നെയാണ് സ്തേവാൻ എന്ന പുരോഹിതൻ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7:47 പറയുന്നുണ്ട്, കൽപ്പണിയായതൊന്നും ഞാൻ വസിക്കുന്നില്ല. അതേ പൗലോസും പറയുന്നു 7:24, അപ്പോസ്തല പ്രവൃത്തി 7:24 കൽപ്പണിയാലൊന്നും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതിലൊന്നിലും ദൈവം വസിക്കുന്നതാണ് നമ്മളാണ് ആലയം, നമ്മളാണ് മന്ദിരം. അപ്പോൾ ആ മന്ദിരത്തിനകത്താണ് നാം വസിക്കുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പം അതിനകത്താണ് ദൈവം വസിക്കുന്നത്. അപ്പം നിങ്ങൾ കോവിലായിട്ട് ഇത് സ്വീകരിക്കാതെ പാസ്റ്ററിനകത്താണ് ദൈവം. പാസ്റ്ററിനകത്ത് ദൈവം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാതെ വേറെ ആര് പ്രാർത്ഥിച്ചാലും കിട്ടും. കാരണം നമ്മൾ മക്കളായി കഴിഞ്ഞു, സകലവരും മക്കളായി കഴിഞ്ഞു. അപ്പം എൻ്റെ പാദപീഠത്തിൽ മക്കളായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതൽ കിട്ടും. അതിന് ചെയ്യേണ്ടത് പാസ്റ്ററിൻ്റെ ആദ്യകാലത്ത് അറിയാതെ വന്ന കാലഘട്ടങ്ങളിൽ പാസ്റ്ററിനെ ആശ്രയിച്ച് വന്നു. പിന്നെ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കണം. അതല്ലാതെ പാസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലുക, ഇവിടെ ഈ പാസ്റ്റർ ചെയ്തില്ലെങ്കിൽ അടുത്ത ഭയങ്കര കഴിവുള്ളൊരു പ്രാർത്ഥനയുണ്ട്, അതില്ലെങ്കിൽ അതിനപ്പുറത്തുള്ളൊരു പ്രാർത്ഥനയുണ്ട്, അതല്ലെങ്കിൽ അതിനപ്പുറത്ത് വേറൊരു പാസ്റ്ററുണ്ട്. ഇതൊന്നും അല്ല മക്കളെ, ദൈവമക്കളെ, അതല്ല. നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിഹാരം കാണണം. നിങ്ങൾ അപ്പൻ്റെ പാദപീഠത്തിൽ മകനായിരുന്നു കൊണ്ട് മക്കളായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അപ്പാ എനിക്ക് ഇന്ന വിഷയമുണ്ട് നിങ്ങൾ സംസാരിക്കും. അപ്പൻ മകനെ ബന്ധത്തിരുന്ന് കൊണ്ട് സംസാരിക്കും. നിങ്ങൾ വിടുതൽ കിട്ടും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. സംസാരിക്കും, നിങ്ങൾക്ക് വിടുതൽ കിട്ടും. അപ്പൻ എന്തിനാണ് നമ്മുടെ ഭൂമിയിലൂടെ വന്നത്? അപ്പം യേശു ക്രിസ്തു സ്വീകരിച്ച സകല പേർക്കും എൻ്റെ ആത്മാവിനെ പകർന്നു തന്നിട്ടില്ലേ? പിന്നെ നിങ്ങളെന്താണ് വീണ്ടും പാസ്റ്റേ നമുക്ക് സഭ വേണം, സഭ ഐക്യം വേണം, എല്ലാം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് സഭയ്ക്കകത്ത് വീണ്ടും പാസ്റ്റർ പറയുന്നതെല്ലാം? പല്ലുവേദന വന്നാൽ പാസ്റ്റർ വേണം, തലവേദന വന്നാൽ പാസ്റ്റർ, കാലുവേദന വന്നാൽ പാസ്റ്റർ, എല്ലാ വിഷയങ്ങൾക്കും പാസ്റ്ററിനെ തന്നെ ആശ്രയിച്ച് പോകുന്നു. അതെന്താണ്? അതിൻ്റെ അർത്ഥം എന്താണത്? അപ്പം നിങ്ങളിൽ യേശു ഇല്ല. സഭയ്ക്കകത്ത് ഒന്നും വെറുതെ ആത്മാവില്ലാതെ ഉടനെ പോകുന്നു. ആ ഓരോ വചനങ്ങളും ഓരോ സത്യം ആദ്യത്തെ അവസാന വചനത്തിലെല്ലാം ദൈവം നമ്മളെ തേടി വന്നതാണ്. എല്ലാ വചനങ്ങളും ദൈവം ആരെയാണ് തേടി? പാസ്റ്റർമാരെയാണ് തേടി വന്നത്. പഴയ കാലത്ത് നിങ്ങൾ എടുത്തു നോക്കൂ. പഴയ എബ്രഹാം മുതൽ യോസെഫ്, അതുപോലെ ദാവീദ്, ഇവരെല്ലാം ആട്ടിടയന്മാരായിരുന്നു. അവരെല്ലാം ദൈവം തേടി വന്നില്ലേ?
നമ്മൾ ദൈവം തേടി വന്നത്, നമ്മളെ തേടി, നമ്മളെല്ലാം തേടിപ്പോയത്, ദൈവമാണ് നമ്മളെ തേടി വന്നത്. അതുകൊണ്ട് പ്രിയജനമേ, ദൈവത്തിനൊന്ന് മനസ്സൊന്ന് കൊടുക്കൂ, മനസ്സ് കൊടുത്ത് രൂപാന്തരപ്പെടുത്തൂ. ദൈവത്തിന് സാധ്യമാകാത്തത് ഒന്നുമില്ല കർത്താവേ. നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം മാറ്റം വരും. ഞാനും അതിൽ നിന്ന് കടന്നു വന്നവൻ തന്നെയാണ്. എൻ്റെ പ്രിയജനമേ, ഞാനെന്നും ഇന്നും എൻ്റെ യേശുക്രിസ്തുവിലാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ വഴികളും വിട്ടുപോയി, ലോകമോഹം, ലോകവഴി, ലോകചിന്ത എല്ലാം വിട്ടൊഴിഞ്ഞു യേശുക്രിസ്തുവിനെ മാത്രം എൻ്റെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് ഞാനിന്ന് ജീവിക്കുന്നവനാണ്. എൻ്റെ പ്രിയജനമേ, നിങ്ങൾ കൈവിട്ട് പോകരുത്. നിങ്ങൾ പാസ്റ്റർ ആശ്രയിക്കരുത് എന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പാസ്റ്ററിൻ്റെ എതിരല്ല. നിങ്ങൾ മാനസാന്തരപ്പെടണം. പാസ്റ്റേഴ്സ്മാർ മാനസാന്തരപ്പെടണം. അവരതിലേക്ക് കൊണ്ടുവരണം. അവരിന്ന് അവരുടെ ക്രിസ്തു ഹൃദയത്തിനകത്ത് ക്രിസ്തുവില്ല. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് മാത്രം പറഞ്ഞ് സഭയ്ക്കകത്ത് വരുന്നു. അവരേക്കാൾ പാസ്റ്റർ സഭയ്ക്കകത്ത് വന്ന എല്ലാ വിഷയങ്ങളും മാറ്റം വരുമെന്ന്. അതെങ്ങനെ മാറ്റം വരും? സഭ എന്നൊരു കെട്ടിടമല്ലേ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശുവില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് ഒരു മാറ്റവും പരിഹാരം കാണില്ല. എൻ്റെ പ്രിയരെ, നിങ്ങൾ വീണ്ടും ഞാൻ നിങ്ങൾ കൈവിട്ടു പോകരുത്. വീണ്ടും പ്രിയജനമേ, യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ഹൃദയത്തിന് ഏശയ്യ 29:13 സംഘം കൂടി വന്നിരുന്നു എൻ്റെ ജനത്തിനെ ആരാധിക്കുന്നു എന്നുമോ അവരെന്താണ് ചെയ്യുന്നത്? സംഘം കൂടി ആരാധിക്കുന്നു, അവരുടെ ഹൃദയമോ എങ്ങോ ഇരിക്കുന്നു. ഇതേ തന്നെയാണ് എഗേസിക്കൽ 33 തന്നെയാണ് പറഞ്ഞത്. അവർ സംഘം കൂടി വന്നിരുന്നു, ദൈവത്തിനെ ആരാധിക്കുന്നു, അവരുടെ ഹൃദയമോ ഇന്ന് തന്നെ അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. സഭയ്ക്കകത്ത് വരുന്നു, സംഘം കൂടി വരുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, അവരുടെ ഇരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പാസ്റ്റർ കേൾക്കുന്നു. അവിടെ ഇരുന്ന് അവരുടെ ഹൃദയമോ എവിടെയോ ഇരിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ഒരു മാറ്റവുമില്ല, അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതിനൊരു മാറ്റം കാരണം എന്താണ്? അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവർ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയരെ, വീണ്ടും ജനിക്കാതെ ആരും തന്നെ എൻ്റെ ദൈവത്തിലേക്ക് അറിയാൻ പറ്റില്ല, ദൈവത്തിന് അറിയാൻ പറ്റില്ല. വീണ്ടും ജനിക്കണം. നിക്കോത്തിമേസ് അന്ന് ആ കാലഘട്ടത്തിൽ പഠിത്തത്തിൽ മിടുക്കൻ, ആ ദേശത്ത് ഏറ്റവും എല്ലാം അറിയുന്ന വ്യക്തി, ബൈബിളിനെ കുറിച്ച് അറിയുന്നൊരു വ്യക്തിയാണ്. ആ നിക്കോത്തിമേസ് ആ പണ്ഡിതനും പാമരനുമാണ്. യൂദാസ് വർഗത്തിൽപ്പെട്ട ആ മകൻ യേശുക്രിസ്തുവിനെ അടുക്ക് പറഞ്ഞു, ഇവൻ ദൈവമല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഈ അത്ഭുതങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞത്. അത് വന്നപ്പോൾ ദൈവം യേശുക്രിസ്തു ചോദിച്ചു, നിക്കോത്തിമേസേ, നീ ഇനി വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെ പറ്റും? അതെങ്ങനെ വീണ്ടും നമുക്ക് ഒരമ്മയുടെ ഉദരത്തിൽ ജനിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് യോഹന്നാൻ 5:6-7 അത് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഒരുത്തൻ വീണ്ടും എഗേസിക്കൽ വിഭാഗം കിടപ്പുണ്ട്. പഴയ നിയമത്തിൽ വിഭാഗം കിടക്കും. എഗേസിക്കൽ 36-27 പറയുന്നുണ്ട്, ഹൃദയം എൻ്റെ ആത്മാവിനെ, എൻ്റെ പുതിയ ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് തന്ന്, ആ പഴയ ഹൃദയം എടുത്തുകൊണ്ട് എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നുകൊണ്ട്, ആ പഴയ ഹൃദയം എടുത്തുകൊണ്ട് എൻ്റെ വഴികൾ നിങ്ങളെ ഞാൻ നടത്തും, എൻ്റെ ആത്മാവിനെ ഞാൻ വെള്ളം തളിക്കും എന്ന് ഈ ഭാഗങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ വഴി നടത്താം. ഈ വിഷയം അതിൽ കിടക്കാൻ നിക്കോത്തിമേസിന് അറിഞ്ഞുകൂടായിരുന്നു. പഴയ കാലത്ത് അതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ജനിക്കാതെ ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് വീണ്ടും ജനനം? മാനസാന്തരം നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ്. വീണ്ടും ജനനം ദൈവമാണ് തീരുമാനിക്കുന്നത്. നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മൾ ദൈവത്തിനോട് പറയണം, അപ്പാ, ഞാൻ പാപിയായൊരു മനുഷ്യൻ, ഞാൻ പാപത്തിൽ കിടക്കുന്നു, എനിക്ക് മനസ്സിനകത്ത് പല ചിന്തകളുണ്ട്, പല ഘട്ടം. അപ്പം നീ എനിക്ക് വേണം. 2025 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച് സ്വന്തം രക്തം ചിന്തി സകല പാപവും ശാപവും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ. കർത്താവേ, അങ്ങ് ദൈവമാണെന്ന് വിശ്വസിക്കുന്നതപ്പാ, ഞാൻ പാപത്തിൽ കിടക്കുന്നു. എൻ്റെ മനം ഇന്നും മാറിയിട്ടില്ല. മനം പോക്കിൽ ഞാൻ ജീവിക്കുന്നു, കൺപോന പോക്കിൽ ജീവിക്കുന്നു, കാലുപോയ വഴിയിൽ ഞാൻ നടക്കുന്നു. എൻ്റെ മനസ്സ് എങ്ങനെ അങ്ങനെ ജീവിക്കുന്നപ്പാ. അതുകൊണ്ടപ്പാ ഞാൻ പാപിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവമാകും അകത്ത് വരും. നമ്മൾ ഉടനെ തന്നെ വീണ്ടും ജനിക്കുകയാണ്. അത് ഉടനെ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ച് കഴിയും. അതിൽ ജനിപ്പിച്ച് കഴിയും ഓരോ ദിവസം രൂപാന്തരപ്പെട്ട് നമ്മൾ ഓരോ ദിവസവും ദൈവം ബലപ്പെടുത്തും. നമുക്കത് അറിയാൻ പറ്റും. ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17 പറഞ്ഞതുപോലെ അവൻ വീണ്ടും പുതിയ സൃഷ്ടിയായി. പഴയതെല്ലാം ഒഴിഞ്ഞുപോയി. നമ്മൾ അതുവരേക്കും നമ്മൾ നമ്മളിപ്പം മരിച്ച് വീണ്ടും ജനിച്ചു. അതുവരേക്കും നമ്മൾ ചത്തതായിട്ടിരുന്നു. നമ്മളിപ്പം മരിച്ചു കഴിഞ്ഞു. വീണ്ടും പുതിയ സൃഷ്ടിയായി ദൈവത്തിലേക്ക്. എൻ്റെ ദൈവമേ, വീണ്ടും നിങ്ങൾ വചനത്തിൽ നിലനിർത്തുകയും പള്ളിയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. സഭ നമുക്ക് വേണം. സഭയിൽ പോകണം. വിശ്വാസം എല്ലാം വേണം. നിങ്ങൾ സഭയ്ക്കകത്ത് പോകണമെങ്കിൽ എല്ലാം വേണം. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊണ്ട് പോവുകയും. അതല്ലാതെ ഈ പാസ്റ്റർമാരും അത്ഭുതങ്ങളും അതിശയം ടച്ച് ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കബളിപ്പിക്കുക. നിങ്ങളതിൽ വീഴ്ന്നു പോകരുത്. നിങ്ങൾ എത്ര ആരാധന ചെയ്താലും, പൈസ കൊടുത്താലും, എത്ര ഉപവാസം ഇരുന്നാലും, എത്ര സുവിശേഷം ചെയ്താലും
ദൈവത്തിനത് പ്രസാദമില്ല. എൻ്റെ പ്രിയജനമേ, ഏത്തിനും ദൈവത്തിന് പ്രസാദം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ നിങ്ങൾക്കൊന്നുമില്ല കർത്താവേ. നമ്മുടെ സ്വർഗത്തിൽ പോയാലും ആദ്യം അവർ ചോദിക്കും, നിങ്ങൾ എത്ര പൈസ കൊടുത്തെന്നോ, നിങ്ങൾ എത്ര ആരാധിച്ചെന്നോ, നിങ്ങൾ എത്ര സുവിശേഷം ചെയ്തെന്നോ, നിങ്ങൾ എത്ര ഉപവാസം എടുത്തെന്നോ. അതല്ല ദൈവം ചോദിക്കും, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? അതാണ് ദൈവം മാത്രം ചെയ്തിരിക്കുന്നത്. അല്ല, യോഹന്നാൻ 17:3 പറയുന്നുണ്ട്, സത്യദൈവമായ അങ്ങയും അങ്ങേ അയച്ചിന് പുത്തനായിരുന്നാൾ നിത്യജീവൻ. ഇത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയരെ, ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.